ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് കൊഞ്ച് ഇട്ടിട്ടുണ്ട്, നമുക്കൊന്ന് റെഡിയാക്കി എടുക്കണം. കൊഞ്ച് നന്നാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ പാൻ വെച്ച് കൊടുത്തു. പാൻ ചൂടായി വരുമ്പോഴത്തേന് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴത്തേന് നമുക്ക് കടുക് ഇട്ട് കൊടുക്കണം. കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യണം. കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോഴത്തേന് നമുക്ക് കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോഴത്തേന് നമുക്കതിലോട്ട് നമ്മുടെ കറി ലീഫ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം അതിനകത്തോട്ട് നമ്മൾ ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതുകൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നന്നായിട്ട് ഇളക്കി കൊടുത്ത് അതിൻ്റെ ഒരു ബ്രൗൺ കളർ ആവുന്നിടം വരെ നന്നായിട്ട് നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. അത് നന്നായിട്ട് വഴണ്ട് വരട്ടെ. അപ്പോൾ നമുക്ക് അപ്പുറത്തെ സ്റ്റൗ കത്തിച്ച് നമ്മുടെ കൊഞ്ച് നമ്മൾ എല്ലാം കളഞ്ഞ് നല്ലതായിട്ട് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അത് അപ്പുറത്തെ ഒരു പാനിലേക്ക് ഇച്ചിരി വെള്ളവും ഉപ്പും ചേർത്ത് അത് നന്നായിട്ടൊന്ന് വേവിക്കാനായിട്ട് വെക്കുക. നമ്മുടെ ഉള്ളി വഴണ്ടിനകത്തോട്ട് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. നമ്മുടെ കൊഞ്ചിനകത്ത് നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, കാരണം എന്തെങ്കിലും വിഷാംശമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതങ്ങ് മാറിപ്പോക്കോളും. ഒന്ന് അടച്ച് വെച്ച് വേവിക്കുക. നമ്മുടെ ഉള്ളി നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. നമ്മുടെ വഴണ്ട് വന്ന ഉള്ളിക്കകത്തോട്ട് നമുക്ക് ഗരം മസാല ആവശ്യത്തിന് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് നമ്മൾ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മുടെ കൊഞ്ച് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നന്നായിട്ട് കിടന്ന് തിളയ്ക്കുന്നുണ്ട് കൊഞ്ച്. ആ വെള്ളം ഒന്ന് വറ്റി വരുമ്പോഴത്തേനും നമ്മുടെ മസാലയ്ക്കകത്തോട്ട് നമ്മുടെ ഈ കൊഞ്ച് വേവിച്ച് വെച്ചതുകൂടി നന്നായിട്ടൊന്ന് ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് ഇളക്കിയൊക്കെ കൊടുത്തു, നന്നായിട്ട് മിക്സ് ചെയ്തു. മസാലയൊക്കെ അതിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.